ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2025 അവസാനത്തോടെ ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനുള്ള പരിപാടിയുണ്ട്. ഇയാൾ ഈ വരുന്നത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി മോഡിയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വാൻസും തമ്മിൽ കഴിഞ്ഞ മാസം ഒരു ചർച്ച നടന്നിരുന്നു. അതുകൊണ്ട് ട്രംപ് ഈ അവസാനത്തോടെ ഇന്ത്യയിൽ എത്തുകയാണ്. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ക്വാഡ് ഉച്ചകോടി കൂടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇരു രാജ്യങ്ങളും ട്രംപിൻ്റെ ഈ സന്ദർശനത്തെ കാണുന്നത്. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജം തുടങ്ങിയ മേഖലകളെ കൂടുതൽ വികസിപ്പിക്കുക എന്നൊരു ലക്ഷ്യവും ഈ സന്ദർശനത്തിൻ്റെ പിന്നിലുണ്ട്. ട്രംപ് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു പ്രതിരോധ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ ടാക്സ് ഏർപ്പെടുത്തുന്നു എന്നതാണ്. ടാക്സ് കുറയ്ക്കാൻ പറഞ്ഞെങ്കിലും ഇന്ത്യ അത് അനുസരിക്കാത്തത് ട്രംപിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കി വൻതോതിൽ ഫോൺ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആപ്പിൾ കമ്പനിയെ ഫോൺ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് എങ്ങാനും വന്നാൽ 25% ടാക്സ് അടിച്ചതിൻ്റെ കൈ തരും എന്ന് ട്രംപ് ഈ ആപ്പിൾ കമ്പനിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, സ്റ്റീൽ, ഉരുക്ക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സകല സാധനങ്ങൾക്കും 25% ടാക്സ് അടിച്ചു കൊടുത്തത് ട്രംപ് തൻ്റെ സ്പെഷ്യൽ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന മോഡിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ഇത് ഇന്ത്യയിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ BJPയെ വലിയ തോതിൽ ബാധിക്കും എന്ന ഒരു ഭയവും അവർക്കുണ്ട്. ട്രംപ് ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയുടെ ചേരികൾ കാണാതിരിക്കാൻ നീലപ്പടുത വലിച്ചു കെട്ടിയതുപോലെ അതിനേക്കാൾ വലിയൊരു പടുത വലിച്ചു കെട്ടി കുറെ സമ്പന്നരെ മാത്രം കോട്ടും സൂട്ടും ഇടിച്ച് നിരത്തി ഞങ്ങളും വലിയ സമ്പന്നരാണ് എന്ന് കാണിച്ച് സുഖിപ്പിക്കാൻ ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് മോഡി പറഞ്ഞത്. ഈ ട്രംപിന് കാശുള്ളവരെ വലിയ ഇഷ്ടമാണെന്ന് മോഡിക്ക് നന്നായിട്ട് തന്നെ അറിയും. അതുകൊണ്ട് ഞങ്ങളും വലിയ സമ്പന്നരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോൾ ഈ ഡൽഹിയിലുള്ള ചേരികളെല്ലാം പടുത കെട്ടി മറച്ചത്. അതൊന്നും ഇന്ത്യയിൽ വലിയ വിവാദമൊക്കെ ആയതാണ്. ആ വിവാദം ഇനിയും ഉണ്ടാകും എന്നർത്ഥം. എന്നാൽ ഇന്ത്യയുടെ ഈ സമ്പന്നത കാണാനൊന്നുമല്ല ട്രംപ് വരുന്നത് എന്നുള്ളതാണ് സത്യം. അയാൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ടാക്സ് കുറയ്ക്കാനുമല്ല വരുന്നത്. അയാൾ ഈ വരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന വ്യാജേന US-ന്റെ തുരുമ്പ് പിടിച്ച സൈനിക ആയുധങ്ങൾ ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ്. അമേരിക്കൻ ഗോഡൌണുകളിൽ എക്സ്പയർ ആയ ആയുധങ്ങൾ ഇഷ്ടം പോലെ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. ഇതെല്ലാം പഴഞ്ചൻ ടെക്നോളജിയിൽ നിർമ്മിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ കുറെ വാരി ഇസ്രായേലിന് കൊടുത്ത് ഈ പട്ടിണി കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഗസയിലെ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൊല്ലിക്കാമെന്നല്ലാതെ ഹമാസിന്റെ പോരാളികളെ പോലും ഈ ആയുധങ്ങൾ വെച്ച് കൊല്ലാൻ അവർക്ക് കഴിയുന്നില്ല. ഈ പഴഞ്ചൻ തുരുമ്പ് പിടിച്ച ആയുധങ്ങളെല്ലാം കൊടുത്ത് റഷ്യയുടെ മുന്നിലേക്ക് ഇറക്കിവിട്ട ഉക്രൈൻ ഇപ്പോൾ ചാമ്പലായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം താട് പോലും ഹൂത്തികൾ പ്രാദേശികമായി നിർമ്മിച്ച മിസൈലുകൾക്ക് മുന്നിൽ തവിട് പൊടിയായെന്ന് മനസ്സിലായതോടെ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്ക പുതിയതായി ഗോൾഡൻ ഡോം എന്ന പേരിൽ ഏത് മിസൈലിനെയും തടയാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയുണ്ടായി. ഇതിനെല്ലാം മറികടക്കുന്ന പുതിയ സംവിധാനം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഈ ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ പ്രദർശിപ്പിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതൊന്ന് ഇസ്രായേലിൽ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതിയാവും. അവിടുന്ന് ഈ ഹൂത്തികൾ അയക്കുന്ന മിസൈലുകളെ തടയാൻ കഴിഞ്ഞു. ഒരെണ്ണം പോലും താഴെ വീഴാൻ കഴിയാത്ത രീതിയിൽ അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും. എന്നിട്ടായിരിക്കണം ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ വാചവടിക്കേണ്ടത്. ഈ പാശ്ചാത്യരും അമേരിക്കയുടെ ഒക്കെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ ഇവന്മാർ എന്തെങ്കിലും ഒരു ആയുധം കണ്ടുപിടിച്ചാൽ അതിനെക്കുറിച്ച് അമിതമായ പരസ്യം ചെയ്ത് അങ്ങനെ ആയിക്കളയും, ആനയാണ് ചേനയാണ്, ഈ ആയുധവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുത്തനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇവരിങ്ങനെ പ്രചാരണം നടത്തും. ഇത് നമ്മളെ ഇന്ത്യ പോലുള്ള പാവപ്പെട്ട രാജ്യങ്ങൾ മേടിച്ച് വെച്ചിട്ട് അവസാനം പണി കിട്ടും. അങ്ങനെ വിശ്വസിപ്പിച്ചാണ് ഉക്രൈൻ കൊണ്ട് കൊടുത്തത്. ഉക്രൈനിന് കാശൊന്നുമില്ല, കൊണ്ട് കൊടുത്ത് അതെല്ലാം വെച്ച് റഷ്യക്കെട്ടടിച്ച് റഷ്യയുടെ ഏറ്റവും അത്യന്താധുനിക ആയുധങ്ങൾ മാറിയിരിക്കുന്നത്. അത് ചൈനയും കൊറിയ എല്ലാം കൂടി ഉമ്മാർ ഏറ്റവും അത്യന്താധുനിക ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടാണ് ഈ അമേരിക്കയുടെ ഈ പഴഞ്ഞൻ സാധനം മുട്ടാൻ നിൽക്കുന്നത്. അടിച്ച് തൂഫാനാക്കി കളഞ്ഞില്ലേ.
സ്ഥിരമായിട്ട് ഉക്രൈനെ റഷ്യ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു, റഷ്യ ഒരുപാട് പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ യുദ്ധം ഞങ്ങൾ നിർത്തത്തുള്ളൂ എന്ന് പുടിൻ ഈ ഉക്രൈനെ അറിയിച്ചിരിക്കുകയാണ്, സെലൻസ്കിയെ. അതൊന്നും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുക, യൂറോപ്പിനെ ഭയപ്പെടുത്തുക, അതാണ് ഈ പുടിൻ്റെ ലക്ഷ്യം. ഇന്ത്യ കാലങ്ങളായി കൂടുതലും വാങ്ങുന്നത് റഷ്യൻ ആയുധങ്ങളാണ്. എന്നാൽ അമേരിക്കൻ സൗഹൃദത്തിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് $25 ബില്യൺ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. ആയുധ വിപണിയിൽ ഇന്ത്യ നല്ല ഒരു ഉപഭോക്താവ് ആയതുകൊണ്ട് ട്രംപ് ഇന്ത്യയെ കൊണ്ട് ഇനിയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അതിലൂടെ നമ്മളെ കുത്തുവാള എടുപ്പിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി പാകിസ്ഥാൻ്റെ ഒപ്പം കൂടിക്കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യാം. ഇതാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. ഇനി വേറൊന്ന്, ഈ ഇൻഡോ പസഫിക് ക്വാഡ് കൂട്ടായ്മ എന്നൊക്കെ ഈ ട്രംപ് പറയുന്നത് അത് അമേരിക്കയുടെ മാത്രം ഒരു ആവശ്യമാണ്. അതിന് കാരണം പസഫിക്കിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. പസഫിക്കിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഡാറ്റ ചോർത്തുക, അവരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ വെള്ളം തെറിപ്പിച്ച് കളിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ഉപദ്രവം ഈ ചൈന അമേരിക്കയോട് ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും അവരുമായിട്ട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ എതിരിട്ട് നിൽക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഇതിനെല്ലാം നേരിടാൻ ചൈനയുടെ അടുത്ത് കിടക്കുന്ന ഇന്ത്യയുമായി ഒരു സൗഹൃദം കൂടുക ട്രംപിൻ്റെ ആവശ്യം മാത്രമാണ്. പണ്ട് ഈ കപ്പൽ തട്ടിക്കൊണ്ട് പോകുന്ന ഈ സോമാലിയൻ കൊള്ളക്കാരെ ഓടിക്കാൻ വേണ്ടി ഇന്ത്യൻ സഹായമാണ് എല്ലാവരും തേടിയത്. അതുപോലെ പസഫിക്കിൽ ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ഒക്കെ ഒരു സഹായമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ വന്ന് ഞങ്ങളോടൊന്ന് മുട്ടി നോക്കടാ എന്ന് ഈ ചൈനയെ വെല്ലുവിളിക്കാൻ അമേരിക്കയ്ക്ക് പറ്റും എന്ന് ട്രംപിനറിയാം. അതിനുവേണ്ടിയാണ് സത്യത്തിൽ ഇവർ ഈ സൈനിക സഹകരണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു കയറുന്നത് ഈ അമേരിക്ക. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ആയുധ കച്ചവടവും നടക്കും. ഈ ചൈനയുടെ മുന്നിൽ ഇങ്ങനെ നമ്മളെയൊക്കെ നിരത്തി നിർത്തിയിട്ട് കണ്ടോടാ ഞങ്ങൾക്ക് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് എന്ന് കാണിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അതെല്ലാം കൂടെ ഉദ്ദേശിച്ചാണ് ട്രംപ് ഇപ്പം സത്യത്തിൽ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അല്ലാതെ അയാൾക്ക് ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഈ ക്വാഡ് ഉച്ചകോടിയെ ഒരു ചൈന വിരുദ്ധ കൂട്ടായ്മയായി ചിത്രീകരിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. അത് ചൈനയുമായി കൂടുതൽ ശത്രുതയ്ക്ക് വഴിയൊരുക്കുമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ ചൈന, പാകിസ്ഥാൻ, തുർക്കി എന്നൊരു കൂട്ടായ്മ അപ്പുറത്തുണ്ടായിട്ടുണ്ട്. അതിനെ ഇപ്പോൾ ഇന്ത്യ നേരിടുന്നത് തുർക്കിയുമായിട്ടുള്ള വ്യാപാര ഇടപാടുകൾ അവസാനിപ്പിച്ചുകൊണ്ടും ഈ പാകിസ്ഥാന് നമ്മുടെ സിന്ധു നദിയിൽ നിന്നും ഒഴുകുന്ന വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ടുമൊക്കെയുള്ള ചില ദുർബലമായ പ്രതിരോധ നടപടികളാണ്. ഇതൊന്നും മതിയായ ഒരു പ്രതിരോധ മാർഗങ്ങളല്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതിനാൽ അമേരിക്ക ഇപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരനാണ്, ഞങ്ങളുടെ സുഹൃത്താണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ട്രംപിൻ്റെ വരവിനെ ഇന്ത്യ വളരെ ആവേശത്തോടെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്നത്. ട്രംപ് മാമൻ മിഠായിയുമായിട്ട് വരും എന്നാണ് മോഡി പ്രതീക്ഷിച്ചിരിക്കുന്നത്. പുള്ളി കൊണ്ടുവരുന്ന മിഠായി ഏതാ? നമ്മളെ ഉരുക്കാൻ വരികയാണ്. ട്രംപിൻ്റെ പ്രധാന കണ്ണ് എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണി തന്നെയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നികുതി കുറപ്പിക്കുന്ന നടപടി ട്രംപ് വളരെ ശ്രദ്ധയോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ഉടമ്പടിയും ഈ ടാക്സ് കുറയ്ക്കാനൊക്കെ ട്രംപ് മസിൽ പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വലങ്കയൊക്കെ ആയ ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറ് ഇന്ത്യയിൽ ചാടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഈ അമേരിക്കയോടുള്ള ദേഷ്യം കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ ടെസ്ല കാറിനെതിരായിട്ട് വളരെയധികം പ്രതിഷേധങ്ങളും കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളും കത്തിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ടെസ്ല കാർ ലോകത്തെങ്ങും വിൽക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. അതിനെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഈ 140 കോടി ജനങ്ങളുള്ളിടത്ത് ടെസ്ല കാർ എന്തുമാത്രം വിൽക്കാൻ കഴിയും? ഇതാണ് ട്രംപിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് ഏറ്റവും പുതിയ ടെക്നോളജി നിർമ്മിച്ചിരിക്കുന്ന ഒരു കാറാണ് ഈ ടെസ്ല കാർ എന്ന് പറയുന്നത്. ഈ കാർ ഇവിടെ ഇറങ്ങുമ്പോൾ ടാക്സ് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വില വളരെയധികം താഴേക്ക് പോകും. അങ്ങനെ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ഈ കാറ് ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള മറ്റു കാർ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാവും ഉണ്ടാക്കുക. അതുപോലെ അമേരിക്കയുടെ മറ്റു പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വില കുറഞ്ഞാൽ അത് ഇന്ത്യൻ കമ്പനികളുടെ വൃക്കെടുക്കുന്നതിന് തുല്യമായ ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ എതിർക്കുന്നത്. അല്ലാതെ ഇന്ത്യക്ക് അമേരിക്കയിൽ നടക്കുന്ന സാധനത്തിൽ നിന്ന് കുറേ പൈസ മേടിച്ച് അല്ലെങ്കിൽ ടാക്സ് മേടിച്ചിട്ട് ഇന്ത്യ സമ്പന്നമാകുക എന്നുള്ളതൊന്നും അല്ല. അതായത് ഈ ഉൽപ്പന്നങ്ങൾ കാര്യമായി ഇവിടെ വിൽക്കരുത്, നല്ല മേടിച്ചാൽ നല്ല വില ഉണ്ടാവണം. അതോടൊപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യണം. ഇന്ത്യൻ കമ്പനികൾക്ക് ക്ഷീണം ഉണ്ടാകരുത്. അതെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വളരെ വിലക്കുറവ്, അവർ ടാക്സ് വളരെ കുറച്ചാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു.
അതിന് പകരമായിട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ ടാക്സാണ് വാങ്ങുന്നത്. അപ്പം അത് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പെപ്സിക്ക് വരെ വില കുറയും എന്നുള്ളതാണ് രസം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഇന്ത്യൻ വിപണിയിലുണ്ട്. ഇതിനെല്ലാം വില ഒറ്റയടിക്ക് താഴോട്ട് പോകും. 100%, 200% ഒക്കെ ടാക്സ് ഉള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ 5-10% വന്നു കഴിഞ്ഞാൽ കളി എവിടെ എത്തും? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വില കൊടുത്താൽ പോലും ഇന്ത്യയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയുള്ളിടത്ത് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയാൽ അതിനോട് മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറാവുകയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വില കുറച്ച് കിട്ടാനും ഇന്ത്യക്കാർക്ക് യോഗമുണ്ടാവും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനവും അയാളുടെ ഈ ടാക്സ് കുറയ്ക്കാനുള്ള മസിൽ പിടുത്തമൊക്കെ ഇന്ത്യക്കാർക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.